ഹായ് ഫ്രണ്ട്സ്, എം ആർ ലാൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന് പോയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണേ. നമ്മൾ അവരുടെ പുടവെടുപ്പിൻ്റെയും കല്യാണത്തിൻ്റെയും ഒക്കെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതൂടെ ഇട്ടാലല്ലേ അത് പൂർണ്ണമാകത്തുള്ളൂ. നമ്മുടെ വീടിനടുത്തുള്ള ബ്രൈറ്റ്നെസ്റ്റ് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നേ റിസപ്ഷൻ നടന്നത്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഈ ലോങ് വീഡിയോ ആക്കണത് അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തന്നില്ലെങ്കിൽ അതൊരു നഷ്ടമായി പോയില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ വയലിൻ തന്നെയായിരുന്നു. എന്ത് രസമായിരുന്നോ അത് കേട്ടിരിക്കാനായിട്ട്. ഇതാണ് കല്യാണ ചെക്കനും പെണ്ണും, സനുമോനും ആദിത്യയും. പിന്നെ അവരുടെ കൂടെ പോയി നിന്ന് ഒരു സെൽഫിയൊക്കെ അങ്ങോട്ട് എടുത്തു. അത് നമുക്ക് എവിടെ ചെന്നാലും പതിവാണല്ലോ. കല്യാണ ചെക്കനോട് പെണ്ണിനോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അതുകൊണ്ട് ഇത് കണ്ടോ, കോട്ടൺ ക്യാൻഡി, നമ്മുടെ പണ്ടത്തെ ബോംബെ പൂട. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടൊന്ന് എടുത്തായിരുന്നു. ഈ വക സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല രസമായിരുന്നു മൊത്തം കാണാം. അതാണ് ഞാൻ ഷോർട്ട് വീഡിയോ മാറ്റിയിട്ട് എൻ്റെ വോയിസിൽ തന്നെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതേ. ഈ കോട്ടൻ ക്യാൻഡി കഴിക്കുന്ന കുഞ്ഞാവെ കണ്ടോ, എൻ്റെ കൂട്ടുകാരി രഞ്ജിനി കൂടെ നിൽക്കുന്നത് അവളുടെ അനിയത്തി രജിതയാണ് കേട്ടോ. നേരാൻ വണ്ണം വീഡിയോ വരാത്തതിന് കുഞ്ഞാവയ്ക്കൊരു പണി കൊടുക്കാനായിട്ട് വേണ്ടി എടുത്ത വീഡിയോ ആണേത്. പാവം കുട്ടി ഇതൊന്നും അറിയാതെ നിന്ന് സംസാരിക്കുവാണേ. കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിരുന്നത് ഇങ്ങനെയാണേ. ആ അറേഞ്ച്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് പോയി കുടിക്കാൻ തോന്നുമായിരുന്നു. അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നേ. ഈ ഭാഗത്തൊരു കുഞ്ഞു പൂള് മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നേ. എനിക്കത് പക്ഷേ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇടയ്ക്കോട്ട് കയറി വരുമായിരുന്നേ. നമ്മൾ ലേറ്റായിട്ടാണല്ലോ ചെന്നപ്പോഴത്തേക്ക് അവിടെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്ത ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഭാഗമേ പറയത്തോളെ. ഒരു തട്ടുകട സെറ്റപ്പായിരുന്നു. നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു തട്ടുകട. പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കടം ചോദിക്കരുത്, തരില്ല എന്ന്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ചായയും പൊരിപ്പും ഒക്കെ ആയിട്ട് അതും ഒരു നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഏരിയ ആയിരുന്നു. ഫുഡിൻ്റെ ഭാഗം ഞാൻ എടുത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നു പോയിന്ന് തന്നെ വേണം പറയാൻ. പിന്നെ അങ്ങോട്ട് കണ്ട പിള്ളേരുടെ DJയും ബഹളവും ഒക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നടന്ന് എല്ലാം പറ്റുന്നവരെയൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചു. അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ഇതെൻ്റെ നിച്ചുകുട്ടനുമായിട്ട് എടുത്ത ഒരു സെൽഫിയാണേ. നിച്ചുകുട്ടന് സെൽഫി എടുക്കാൻ എപ്പോഴും ഒന്നും കിട്ടത്തില്ലെന്നേ. രമ്യക്കുട്ടിക്ക് താണ്ടേ സെൽഫി വേണ്ട, ഇങ്ങനെ നേരെയുള്ള ഫോട്ടോ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞ് നിച്ചുകുട്ടനെ കൊണ്ടെടുപ്പിച്ചാണേ. ഇതെൻ്റെ അമ്മയും മാമിയുമാണേ. ഇവർ നാത്തൂനും ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഇതെൻ്റെ ഒരു കുഞ്ഞമ്മയാണേ, അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. കുഞ്ഞമ്മയായിട്ട് പിന്നെ എൻ്റെ ഒരു സെൽഫിയുടെ അങ്ങോട്ട് എടുത്തു കൊടുത്തു. ഇത് ഞാൻ അറിയാതെ എൻ്റെ നിച്ചുകുട്ടൻ എനിക്ക് എടുത്ത് തന്ന ഒരു സെൽഫിയാണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ഒരു കുഞ്ഞമ്മയാണേ. ഇത് പാപ്പൻ്റെ വൈഫാണ്, അച്ഛൻ്റെ അനിയൻ്റെ. പിന്നെ ഇത് ഞാനും എൻ്റെ സുന്ദരിമണികളുമാണേ, മാമൻ്റെ കൊച്ചുമക്കളാണ് കേട്ടോ. നമ്മൾ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം എല്ലാ വിശേഷങ്ങൾക്കും രാത്രിയിലാണ് ഇവിടെ എത്താറ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. സിജുകുട്ടനെ നീലമേ എന്താണ്ട് ലൈറ്റിൻ്റെ വൈബിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തതാണ്. ചിലവർക്ക് നമ്മൾ ചെന്ന് സെൽഫി എടുക്കാനൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരിലോട്ടും എത്തിയില്ല. മുന്നേ ഒരു വീഡിയോയിൽ എൻ്റെ റിലേറ്റീവ്സിനെ എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിന് താണ്ടെ ഒരു ഫോറിനറും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്തുള്ള റിസോർട്ടിലൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മുടെ കല്യാണത്തിനും എത്തിയതാണ്. പിന്നെ താണ്ടെ മൊത്തം അങ്ങ് DJ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒന്നും മ്യൂസിക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ മ്യൂസിക് ഒഴിവാക്കിയതാണ്. ആദ്യം തന്നെ കുഞ്ഞുമക്കളൊക്കെ ഡാൻസ് തുടങ്ങിയത്. പിന്നെ താണ്ടെ നമ്മുടെ കല്യാണ ചെക്കനും ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ട് ഡാൻസ് തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര വൈബായി അവിടെ കേട്ടോ. തക്കാലത്തേക്ക് നമുക്ക് വേറൊരു മ്യൂസിക് കൊടുത്തിട്ട് ഡാൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ എൻ്റെ കല്യാണ പെണ്ണുകൂടി രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല രസമായി കേട്ടോ. എല്ലാവരും ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണ പെണ്ണ് പോയി തൻ്റെ നാത്തൂനിയോടെ വിളിച്ചുകൊണ്ട് വന്നു. അതായത് ചെക്കൻ്റെ പെണ്ണുങ്ങളെയും കൂടി വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ആകെപ്പാടെ നല്ലൊരു രസമായിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ DJയും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ കല്യാണ റിസപ്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കുടവ കൊടുക്കലിൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ വീഡിയോ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. വീഡിയോ കണ്ടിട്ട് ചുമ്മാ അങ്ങ് പോകാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ടേ പോകാവളെ. ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.